ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 4 രീതിയിലുള്ള ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി തുണി വരുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ഇതേ ബോ ഹെഡ് ബാൻഡാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി 4 ഇഞ്ച് വീതിയും 11.5 ഇഞ്ച് നീളവുമുള്ള 2 പീസ് ഫാബ്രിക്, ഇത് നമുക്ക് ബോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ നമുക്ക് 6.5 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളവുമുള്ള മറ്റൊരു പീസ് ഫാബ്രിക് കൂടി ആവശ്യമായിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറ്റൊരു പീസ്, ഇലാസ്റ്റിക് കേസ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു പീസ് ഫാബ്രിക് കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതിപ്പോൾ 3 ഇഞ്ച് വീതിയും 11.5 ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ബോക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസ്, അത് രണ്ടും നമുക്കൊന്ന് മാറ്റി വെക്കാം. മറ്റ് 2 പീസുകൾ ഇതേ ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ദേ ഇതുപോലെ ഒന്ന് വീതി ഭാഗത്തിലൊന്ന് മടക്കിയെടുക്കുക. നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ, കറക്റ്റ് ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വേണം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാൻ. ശേഷം നമുക്ക് ഇതിൻ്റെ അരികു വശങ്ങൾ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ രണ്ടിനെയും നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ ദേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് നമ്മുടെ സേഫ്റ്റി പിന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേ രീതിയിൽ വലിയ പീസും നമുക്ക് തിരിച്ചെടുക്കണം. അപ്പോൾ വലിയ പീസിന് നമുക്ക് പിന്നിൻ്റെ സഹായം ഇല്ലാതെയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? ഞാനിവിടെ 2 പീസും ഇതുപോലെ ഒന്ന് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിലൊന്ന് കറക്റ്റ് വെച്ചെടുക്കുക. ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ദേ നമ്മുടെ 2 പീസിനെയും ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നല്ല നീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു 5 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതേ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു കേസിനകത്തേക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി ഇലാസ്റ്റിക്കിനെ വെച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ അരികു വശങ്ങളും നമ്മുടെ ഫാബ്രിക്കിൻ്റെ അരികു വശങ്ങളും തമ്മിലൊന്ന് ഒരു 1/4 ഇഞ്ച് വിട്ട് നന്നായി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഞാനിവിടെ ഒരു വശം ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ഈ ഒരു ഭാഗവും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഇലാസ്റ്റിക്കിനെ ആ ഒരു ഫാബ്രിക് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചെടുത്തതിന് ശേഷം ആ ഒരു ഭാഗവും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇലാസ്റ്റിക് കേസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ദേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല നീറ്റിൽ നമുക്കിവിടെ ഇലാസ്റ്റിക് കേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഹെഡ് ബാൻഡിൻ്റെ ആ ഒരു മെയിൻ ഫാബ്രിക്കുമായിട്ട് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് കേസിനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഫാബ്രിക് ഇതേ ഇതുപോലെ തന്നെ ഒന്ന് കറക്റ്റ് വെച്ചെടുക്കുക. ശേഷം നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് അലവൻസ് വരുന്ന ആ ഒരു ഭാഗം ഇതിൻ്റെ പിറകുവശത്ത് സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് വെച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നല്ല ഭാഗത്ത് സ്റ്റിച്ചിങ് അലവൻസ് ഇല്ലാത്ത ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഇലാസ്റ്റിക് കേസിനെ ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റിച്ചിങ് അലവൻസ് ഉള്ള ഭാഗത്തല്ല, അതില്ലാത്ത ഭാഗത്ത് വേണം നമ്മൾ ഇതുപോലെ വെച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഇരുഭാഗങ്ങളിൽ നിന്നും എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കിനെ ഇത് ഇതുപോലെ ഒന്ന് അകം വശത്തേക്ക് മടക്കി വെച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ട് നന്നായി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനെ ഓപ്പൺ, അതായത് നമ്മുടെ ഇലാസ്റ്റിക് കേസിനെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തതായിട്ട് കാണാം. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒരു അടയാളോ ഒന്നും കാണത്തില്ല. ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തും നമ്മുടെ ഇലാസ്റ്റിക്കിനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഫാബ്രിക്കിനെ, എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കിനെ ഇതുപോലെ വെച്ചെടുക്കുക. ശേഷം നമുക്കൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ട് ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഇലാസ്റ്റിക് കേസിനെ ഇതുപോലെ കറക്റ്റ് ഒന്ന് പുറം തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഹെഡ് ബാൻഡ് തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാൻ വേണ്ടി ഒരു ബോ കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ 2 പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് ഒരു പീസ് ഫാബ്രിക് എടുത്തതിന് ശേഷം അതിനെ ഒന്ന് കറക്റ്റ് നടുമടക്കിയെടുക്കുക. ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടി നടുമടക്കിയെടുക്കണം. ആദ്യം നമ്മൾ നീളം വശത്ത് നടുമടക്കിയെടുത്തു. അതിനെ വീണ്ടും നമുക്കിത് ഇതുപോലെ വീതി ഭാഗത്തേക്ക് നടുമടക്കി ഈ ഒരു രീതിയിൽ എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക്കിൻ്റെ മടക്ക് ഭാഗത്ത് കണ്ടില്ലേ, ഇരുഭാഗങ്ങളിലും മടക്ക് വശമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്നും അകം വശത്തേക്ക് ഒരു 1/4 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ 2 പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മുകൾ വശത്ത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. നമ്മുടെ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും നമ്മൾ താഴ്വശത്തേക്ക് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമ്മളൊരു ഇലയൊക്കെ വരയ്ക്കുന്ന ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മതി. ശേഷം നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് ഈ ഒരു ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പീസ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനേക്കാൾ കുറച്ച് നീളം വേണം അല്ലെങ്കിൽ വീതി വേണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നോർമൽ സൈസിലുള്ള ഒരു അളവാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടില്ലേ, നമുക്കിപ്പോൾ 2 പീസ് ഫാബ്രിക് ഇതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്ന് വെച്ചെടുക്കുക. ശേഷം നമുക്ക് ഇതിന് ചുറ്റിലും ഒരു 1/4 ഇഞ്ച് വിട്ട് സെയിം ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരല്പം ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഈ ഒരു ഭാഗത്ത് കൊടുക്കാം. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഗ്യാപ്പ് നമുക്കിവിടെ കൊടുക്കാം. ബാക്കിയെല്ലാം ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പീസിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് 1 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്യാപ്പിലൂടെ ഇതിനെ ഒന്ന് പുറം തിരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് പുറം തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ ഒന്ന് കറക്റ്റ് വെച്ചെടുക്കുക. ഞാനിവിടെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിവിടെ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഹെമ്മ് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സെയിം കളർ ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കാണില്ല കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ബോ അത് ഇതുപോലെ ഒന്ന് കറക്റ്റ് വെച്ച് നമുക്കൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റാക്കി തന്നെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടില്ലേ, അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് ആണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ബോയ്ക്ക് കുറച്ചുകൂടി സ്റ്റിഫ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസ് ഉപയോഗിക്കാവുന്നതാണ്. പേപ്പർ ഷുഗറിൻ്റെ ഒരു പീസ് അതിൻ്റെ അകംവശത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോ ഹെഡ് ബാൻഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഹെഡ് ബാൻഡിൻ്റെതൊക്കെ ഇത്രത്തോളം വിശദീകരിച്ചിട്ട് ഞാൻ പറയില്ല കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ടർബൻ ഹെഡ് ബാൻഡാണ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക്
17 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് ഫാബ്രിക് നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് കേസിന് വേണ്ടി നമ്മളിവിടെ 3 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഹെഡ് ബാൻഡാണ്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ എല്ലാം 3 പീസ് ഫാബ്രിക് ഉണ്ട്. ആ 3 പീസ് ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലൊന്ന് കറക്റ്റ് മടക്കിയെടുക്കുക. ശേഷം നമുക്കിതിൻ്റെ അരികു വശങ്ങൾ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ഫാബ്രിക്കിൻ്റെയും അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് പുറം തിരിച്ചെടുക്കണം. ശേഷം ഇതിൻ്റെ സ്റ്റിച്ചിങ് ലെവൻസിൻ്റെ ആ ഒരു ഭാഗം സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് വച്ചെടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫാബ്രിക്കിനെ ഇതുപോലെ പുറം തിരിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഓക്കെ, കൂടാതെ ഞാനിവിടെ ഇലാസ്റ്റിക് കേസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 പീസ് ഫാബ്രിക്കാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിനെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. ഒന്നിന് മുകളിൽ ഒന്ന് ഈ ഒരു ഷേപ്പിലാണ് വെച്ചെടുക്കേണ്ടത്. ശേഷം നമുക്ക് ഈ 2 അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് വെച്ച് പിൻ ചെയ്തെടുക്കാം. രണ്ടാമത്തെ പീസ് ഫാബ്രിക്കിനെയും നമുക്കിതേ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ അരികുവശങ്ങൾ തമ്മിൽ ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ച് ഒന്ന് പിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഷേപ്പ് നമുക്കിവിടെ കിട്ടിയില്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഫാബ്രിക്കിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു ഹെഡ് ബാൻഡിൻ്റെ ഭംഗി ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് കേസിനെ ഇതിൻ്റെ അരികുവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മുടെ ഇലാസ്റ്റിക് കേസിനെ ഇതുപോലെ വെച്ചെടുക്കുക. സെൻറ്റർ ഭാഗത്ത് വേണം വെച്ചെടുക്കാൻ. ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് ഇരുവശങ്ങളിൽ നിന്നും അകത്തേക്ക് മടക്കി ആ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഈ ഒരു ഭാഗവും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സൈഡിലും ഇതേ രീതിയിൽ തന്നെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ഹെയർ ബാൻഡായ ടർബൻ ഹെയർ ബാൻഡും തയ്യാറായിട്ടുണ്ടാകും. അപ്പോൾ നല്ല ഭംഗിയോട് കൂടിയും നല്ല ഫിനിഷിങ്ങിലും നമ്മളിവിടെ രണ്ടാമത്തെ ഹെയർ ബാൻഡും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഹെയർ ബാൻഡായിട്ടുള്ള വൈഡ് ഹെഡ് ബാൻഡാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ 5.5 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമുള്ള 2 പീസ് ഫാബ്രിക്കാണ് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് കേസ് കുറച്ചൊരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 2ആയിട്ട് വിരിച്ചെടുത്തിട്ടുള്ളതാണ്. 12 ഇഞ്ച് നീളം, അതായത് 24 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇതിൻ്റെ കേസ് എടുക്കുന്നത്. കൂടാതെ 3 ഇഞ്ച് വീതിയുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫാബ്രിക്കിനെ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കുക. അതിന് വീണ്ടും ഒന്ന് നടുമടക്കി ഇതുപോലെ ഒന്ന് 4ആയിട്ട് നടുമടക്കി വിരിച്ചെടുക്കുക. ശേഷം നമുക്കിതിൻ്റെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് മടക്ക് വശത്ത് നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ 2 പീസ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ ഇവിടെ 2 പീസ് ഫാബ്രിക് കൂടി ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ആ ഒരു കോണായി കിടക്കുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അവിടെ ആ ഒരു എന്താ പറയുക ഷാർപ്പായിട്ട് നിൽക്കുന്ന സംഭവം അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. ശേഷം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെയും ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ 2 ഭാഗം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ആ സെയിം ഷേപ്പിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഇതുപോലെ ചുറ്റിലും
കട്ടിങ് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പുറം തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായി അയൺ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് കേസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള 2 ഹെഡ് ബാൻഡിനും 5 ഇഞ്ച് വീതിയിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെഡ് ബാൻഡിന് ഞാനിവിടെ 9 ഇഞ്ച് നീളത്തിലാണ് ഇലാസ്റ്റിക് കൊടുക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദേ നമ്മുടെ ഇലാസ്റ്റിക് കേസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാൻഡിൻ്റെ ആ ഒരു ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാസ്കിനൊക്കെ തയ്യാറാക്കി എടുക്കില്ല, ആ ഒരു രീതിയിൽ ഒരു 1/2 ഇഞ്ച് അകം വശത്തേക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇലാസ്റ്റിക് കേസിനെ ദേ അല്പം അകം വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് 2 വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ഇരുവശങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ വൈഡ് ഹെയർ ബാൻഡും ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഫ്ലവർ എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ഹെഡ് ബാൻഡ് ആയിട്ടുള്ള നോട്ടഡ് ഹെഡ് ബാൻഡ്. ഇത് നമ്മൾ സാധാരണ ഹെഡ് ബാൻഡ് എങ്ങനെയാണോ ചെയ്യുക ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 6 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവുമുള്ള, ഇതിപ്പോൾ ഞാൻ മടക്കി വിരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 20 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഫാബ്രിക് എടുക്കുക. പിന്നെ ഇലാസ്റ്റിക് കേസിന് വേണ്ടി നമുക്ക് 3 ഇഞ്ച് വീതിയും 11.5 ഇഞ്ച് നീളമുള്ള മറ്റൊരു പീസ് ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്കിതിനെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തതിന് ശേഷം അരികുവശങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമുക്കതിനെ ഒന്ന് പുറം തിരിച്ചെടുത്തതിന് ശേഷം സ്റ്റിച്ചിങ് എലമെൻസിൻ്റെ ആ ഒരു ഭാഗം സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നോർമൽ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു ബാൻഡിൻ്റെ അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കും. ഓക്കെ, ഇതുപോലെ നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട്, അല്ലെങ്കിൽ സൈഡ് വശത്തേക്ക് വേണ്ടവർക്ക് സൈഡ് വശത്തായിട്ട് ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കെട്ട് നല്ല ടൈറ്റ് ആകണ്ട കേട്ടോ, കുറച്ചൊരു ലൂസിൽ വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ, അപ്പോഴായിരിക്കും ആ ഒരു ഭംഗി ഉണ്ടാവുക. ഓക്കെ, ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ കേസ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇരുഭാഗങ്ങളിലുമായിട്ട് ഈ ഒരു കേസിനെയും വെച്ചിട്ട് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു 5 ഇഞ്ച് നീളത്തിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ ഇരുവശങ്ങളിലും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ 4ാമത്തെ ഹെഡ് ബാൻഡും തയ്യാറായിട്ടുണ്ടാകും. അപ്പോൾ ഇതും നമ്മൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലൊക്കെ ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. ഇപ്പോൾ നല്ല ചെറിയ കുട്ടികളാണെങ്കിൽ, അതായത് ന്യൂ ബോൺ ബേബിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവിൽ ഒരിത്തിരി വ്യത്യാസം വരുത്തിയാൽ മതി. അളവ് ഒത്തിരി അല്പം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇലാസ്റ്റിക്കിലാണെങ്കിലും തുണിയുടെ നീളത്തിലും വീതിയിലൊക്കെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നീളം കുറച്ച് കൊടുക്കുക. പിന്നെ ഇലാസ്റ്റിക് അതുപോലെ 5 ഇഞ്ചിലൊന്നും വേണ്ട, ഒരു 3 ഇഞ്ചിൽ ഇലാസ്റ്റിക് എടുക്കുക. പിന്നെ വീതിയിലും അതുപോലെ നമ്മൾ 6 ഇഞ്ച് എടുത്ത ആ ഒരു ഭാഗത്തൊക്കെ നമുക്കൊരു 4 ഇഞ്ചായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ 4 രീതിയിലുള്ള ഹെയർ ബാൻഡാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കുടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.